പ്രധാനമന്ത്രി നാട്ടിൽ വരുമ്പോൾ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് നാട്ടുനടപ്പാണ്. പക്ഷേ നരേന്ദ്രമോദിയെ പിണറായി വിജയൻ സ്വീകരിച്ചതിന് പുതിയ കുറേ മാനങ്ങൾ നൽകുന്നുണ്ട് പ്രതിപക്ഷം. പക്ഷെ ആ നിപ്പുണ്ടല്ലോ, ആ നിപ്പ് നിങ്ങളൊന്ന് മനസ്സിരുത്തിയൊന്ന് നോക്കിയാൽ മതി. കേരളത്തിലെ ജനങ്ങൾ അത് മനസ്സിരുത്തി കാണുന്നുണ്ട്. ആ കൈ ചേർത്ത് പിടിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി ഇരട്ടച്ചങ്കൻ എന്ന് അണികളെ കൊണ്ട് വിളിപ്പിച്ചിരിക്കുന്ന ഈ മുഖ്യമന്ത്രി ഇത്രയും വിനയാന്വിതനായി, ഇത്രയും നല്ല മനുഷ്യനായി, ഇത്രയും എളിമയോടുകൂടി നിൽക്കുന്ന ഒരു പടം കണ്ടപ്പോൾ എത്ര വ്യാഖ്യാനങ്ങൾ അതിനുണ്ടാവാം. നിങ്ങളൊക്കെ തന്നെ വ്യാഖ്യാനിക്കും. തീർന്നിട്ടില്ല, ഇനിയുമുണ്ട്. ഞാൻ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതിനെ കുറിച്ച് കുറ്റമൊന്നും പറയില്ല. പക്ഷേ ജ്യോതി ബാസുവിൻ്റെ ഒരു അനുസ്മരണ പരിപാടിയും ജ്യോതി ബാസുവിൻ്റെ പേരിലുള്ളൊരു സെൻറ്ററും കൽക്കട്ടയിൽ ഉദ്ഘാടനം ചെയ്യേണ്ട മുഖ്യമന്ത്രി അത് ക്യാൻസൽ ചെയ്തിട്ടാണ് പ്രധാനമന്ത്രിയെ ഇങ്ങോട്ട് വന്നപ്പോൾ സ്വീകരിച്ചതും അങ്ങോട്ട് പോയപ്പോൾ യാത്രയാക്കിയതും. മോദിക്ക് കൈകൊടുക്കാൻ അപ്രതീക്ഷിതമായി ഓടിപ്പാഞ്ഞെത്തി പിണറായി വിജയൻ എന്നാണ് KPCC പ്രസിഡന്റ് പറഞ്ഞത്. പിണറായിയുടെ മുഖത്തെ ഭയഭക്തി ബഹുമാനങ്ങൾ ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നുവെന്ന് പറഞ്ഞ് പരിഹസിക്കുന്നുമുണ്ട് കെ സുധാകരൻ. ഇനി ഇതൊക്കെ പിണറായി വിജയൻ എന്തിനു വേണ്ടിയാണ് ചെയ്തതെന്ന് കെ മുരളീധരൻ പറയും. BJP അല്ലാത്ത മുഖ്യമന്ത്രിമാരെ ദ്രോഹിക്കുന്ന സമീപനം സ്വീകരിച്ചത് മുതൽ ഒരു BJP ഇതര മുഖ്യമന്ത്രിമാരും എയർപോർട്ടിൽ പോയി ഇയാളെ സ്വീകരിക്കാറില്ല. എന്താ ഇന്നലെ പോയി സ്വീകരിക്കാൻ കാരണം? ഇന്നലെ പിണറായി പോയി സ്വീകരിച്ചു, അദ്ദേഹത്തിന് രണ്ട് കൈയും ചേർത്ത് പിടിച്ചു. എന്താ കാരണം അറിയോ? ഇതാ മകളുടെ കമ്പനിക്കെതിരായി കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുക. പ്രതിപക്ഷം പറയുന്നതിൽ എന്തേലും കാര്യമുണ്ടോ എന്നറിയാൻ കാത്തിരിക്കേണ്ടി വരും. പക്ഷെ വേറൊരു യാഥാർത്ഥ്യമുണ്ട്. രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ വെബ്സൈറ്റിൽ നിന്ന് പിൻവലിച്ച റിപ്പോർട്ടുകളിൽ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്കെതിരായ റിപ്പോർട്ടുമുണ്ട്. പ്രതിപക്ഷം പറയുന്നത് പോലെ കള്ളക്കളിയാണോ സാങ്കേതിക പ്രശ്നമാണോ എന്നൊക്കെ കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം പറയട്ടെ.